നമസ്കാരം. ആദ്യ കാർഗോ ഇറങ്ങിയതിന് പിന്നാലെ പുതിയ റോഡ് പൂർത്തിയായില്ലെങ്കിലും കാർഗോ പുറത്തിറങ്ങാൻ സാധ്യത കണ്ടു തുടങ്ങുന്നു. സെല്ലിംഗ് മെട്രി ആരംഭിക്കുന്നു. നമ്മുടെ എക്സിം കമ്മ്യൂണിറ്റി ട്രേഡിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമായിരിക്കാം ഗേറ്റ് തുറന്ന് കാർഗോ പുറത്തിറക്കണം അല്ലെങ്കിൽ കാർഗോ അകത്തു കയറണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അടുത്തു വരികയാണ്. പ്രത്യേകിച്ചും കസ്റ്റംസിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയെങ്കിലും റോഡുകൾ താരതമ്യേന ട്രാഫിക് കുറഞ്ഞ സമയത്തെങ്കിലും നിലവിലുള്ള റോഡിലൂടെ എന്ന് പറഞ്ഞാൽ പോർട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കരിങ്കല്ലും മണലും എല്ലാം വന്നതുപോലെ ആ റോഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ രാത്രികാലത്തെങ്കിലും വരികയും പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നു എന്നാണ് ഒരു കരക്കമ്പി. അതിന് പ്രത്യേക കാരണമുണ്ടാകാം. കാരണം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലതാമസം, ഇന്ത്യയിലെ വ്യാപാരികൾ, കയറ്റുമതിക്കാർ, ഇറക്കുമതിക്കാർ അനുഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന നഷ്ടം, ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഇന്ന് ശ്രീ മനു 3 കണ്ടെയ്നർ കഥ പറയാൻ പറ്റുമോ എന്നറിയില്ല. 3ഉം മനുവിൻ്റെതാണ്. ബാംഗ്ലൂരിലെ മനു അയച്ചു തന്ന, ട്രിവാൻഡ്രം ട്രക്കത്തോൺ അയച്ചു തന്ന 3 കഥകളിലൂടെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഈ വിഷയത്തിന്റെ ഗൗരവം, TRV തുറക്കാതിരിക്കുന്നതിലൂടെ നാടിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം എത്രയാണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. മനു ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മിക്കവാറും അയക്കാറുണ്ട്. ട്രക്കത്തോണിന് ആവശ്യമായിട്ടുള്ളത് അയക്കുന്നുണ്ട്. അതിൽ 3 സമയം കിട്ടുന്നുണ്ടെങ്കിൽ 3 അവതരിപ്പിക്കാം. ഒരെണ്ണം നമുക്ക് പരിചയം, ഇപ്പോൾ കേട്ടുകേൾവിയെങ്കിലുമുള്ള ദാറുസലാം, ടാൻസാനിയയിലെ ദാറുസലാം അറിയാമല്ലോ. നമ്മുടെ ഇവിടെ നിന്ന് മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് തൊട്ടടുത്താണ്, നേരെയാണ്. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കപ്പലുകൾ പോകാറുണ്ട്. 7 ദിവസമാണ്, പരമാവധി 7 ദിവസമാണ് സെയിലിംഗ് സമയം. ഇവിടെ മനു 31/8 ഓഗസ്റ്റ് 31 ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തു. അത് 10/9 ഈ കഴിഞ്ഞ ദിവസം 10/9 സെപ്റ്റംബർ 10-ാം തീയതി JNPTയിൽ നിന്ന് ലോഡ് ചെയ്യുമെന്നാണ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എന്നിട്ട് അത് 2/10 ഏറ്റവും ഒടുവിലുള്ള വിവരം അനുസരിച്ച് 2/10 ഒക്ടോബർ 2-ാം തീയതിയാണ് ദാറുസലാം 7 ദിവസം കൊണ്ട് എത്തുന്ന പോർട്ടിൽ എത്തുന്നത്. 23 ദിവസം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് എടുക്കേണ്ട കപ്പൽ, ഈ കണ്ടെയ്നർ എടുക്കേണ്ട കപ്പൽ ഇപ്പോഴും മസ്കറ്റ് കടലിലാണ്. ഇനി മസ്കറ്റ് കടലിൽ നിന്ന് മുണ്ട്രയിൽ പോയി, മുണ്ട്രയിൽ നിന്ന് JNPTയിൽ വന്ന് കണ്ടെയ്നർ എടുത്ത് മിക്കവാറും സലാലയിൽ പോയിട്ടായിരിക്കും പോകുന്നത്. അതെന്തായാലും ആ വിവരം നൽകാം. എന്തായാലും 23 ദിവസം, ഇവിടെ 7 ദിവസം നേരിട്ടുള്ള സർവീസാണ്. ദാറുസലാം TRV നേരിട്ടുള്ള സർവീസാണ്. അങ്ങനെ ഇത് ബാംഗ്ലൂരിൽ നിന്ന് പോയതാണെന്ന് ഓർക്കണം. ബാംഗ്ലൂർ TRV എത്ര ദൂരമാണ്? ബാംഗ്ലൂർ JNPTയേക്കാൾ അടുത്താണ്. വേണമെങ്കിൽ കൃത്യമായ കണക്ക് തരാം. അപ്പൊ അത്ര അടുത്തിരിക്കുന്ന ഒരു പോർട്ട് ഗേറ്റ് അടച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ആ കാർഗോ, ദാറുസലാമിലോട്ട് പോകേണ്ട കാർഗോ JNPT പോയി, സലാലയിൽ പോയി, സലാലയിൽ നിന്ന് ദാറുസലാമിൽ പോയി. ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. വ്യാപാരികളും കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒക്കെ ദിവസേനയുള്ള സെയിലിംഗ് കമന്ററിയുടെ ഈ ശല്യം അവരുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. ന്യൂസ് ലെറ്റർ വഴി അവരുടെ ചെവികളിലും കണ്ണുകളിലും എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ അവരുടെ സമ്മർദ്ദമായിരിക്കാം രാത്രിയിലെങ്കിലും TRVയിൽ നിന്ന് ഗേറ്റ് തുറന്ന് കണ്ടെയ്നറുകൾ പുറത്തു വിടണം, അകത്തോട്ട് വിടണം. രാത്രിയായി കഴിഞ്ഞാൽ വലിയ ട്രാഫിക് ബുദ്ധിമുട്ടില്ലാതെ NH-ലൂടെ അത് കടന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് വിജയിക്കുന്നത് വരെ നമ്മുടെ ഈ പ്രയത്നം നമുക്ക് തുടരാം. അപ്പോൾ മനുവിന്റെ ആദ്യത്തെ കണ്ടെയ്നറിന്റെ ട്രാക്കിംഗ് നമ്മളെ 23 ദിവസവും, അത് വ്യക്തമായിട്ടില്ല ഇന്നത്തെ അവർ പറഞ്ഞിരിക്കുന്നത്, അത് പലപ്പോഴും മാറ്റി വെച്ചതുമാണ്. നേരത്തെ പറഞ്ഞത് വീണ്ടും നീട്ടിയാണ് ഇപ്പോൾ ഒക്ടോബർ 2-ാം തീയതി പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും അറിയാം ഒക്ടോബർ 2-ാം തീയതി തന്നെ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയാൻ പറ്റും. എന്തായാലും 7 ദിവസം കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുള്ളപ്പോൾ അത് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതിലൂടെ അതിന്റെ പ്രയോജനം എക്സിം കമ്മ്യൂണിറ്റിക്ക് കിട്ടാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വളഞ്ഞ വഴിയിലൂടെ ഇപ്പോഴും പോകേണ്ടി വരുന്നത്. അത് സമീപ ഭാവിയിൽ അത് അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മനുവിന്റെ മറ്റൊരു കണ്ടെയ്നർ അദ്ദേഹം പീനിയ, ബാംഗ്ലൂരിലെ പീനിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ ഈറോഡിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ പോയി, എണ്ണൂർ പോർട്ടിൽ നിന്ന് അതൊരു കപ്പലിൽ കയറി. 4-ാം തീയതി കപ്പലിൽ കയറിയിട്ടുണ്ട്. അതിപ്പോ കൊളംബോയിലുണ്ട്. കൊളംബോയിൽ നിന്ന് 12-ാം തീയതി ഇന്നലെ പുറപ്പെടുമെന്ന് പറഞ്ഞത് പ്രസന്റേഷൻ എടുക്കുന്നത് വരെ പുറപ്പെട്ടിട്ടില്ല. അത് നേരെ പോകുന്നത് അൽജസീറാസിലോട്ടാണ്. അൽജസീറാസിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ റോട്ടർഡാമിലാണ് കാർഗോ പോകേണ്ടത്. ഈറോഡ് കാർഗോ റോട്ടർഡാമിൽ പോകാനാണ്. ഈറോഡിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിലായിരിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് എണ്ണൂറിൽ നിന്ന് കൊളംബോയിൽ നിന്ന് അൽജസീറാസിൽ നിന്ന് റോട്ടർഡാം. ഇനി അതിനിടയ്ക്ക് വേറെ വല്ല പോർട്ടും കയറുമോ എന്ന് ഇനിയുള്ള ദിവസമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ തന്നെ 4-ാം തീയതി ഈ മനു ഷൂട്ട് ചെയ്യുന്നത് 2/9-നാണ്. 2/9 മുതൽ 12/9 വരെ ഇപ്പൊ തന്നെ 10 ദിവസം 10-11 ദിവസം വൈകിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ അടുത്തിരുന്ന കാർഗോ നേരെ TRVയിൽ വരുന്നതിന് പകരം ഈറോഡ്, ബാംഗ്ലൂർ, ചെന്നൈ, ശ്രീലങ്ക, ഇതൊക്കെ ഇന്ത്യയിലെ വ്യാപാരികളും വ്യവസായികളും കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന്റെ സമ്മർദ്ദമാണ് രാത്രിയെങ്കിലും ഈ പരിപാടി നടത്തണമെന്ന് പോർട്ടിനും സർക്കാരിനും വൈകി വന്ന ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ട്രാക്കിംഗ് തുടരട്ടെ. നമുക്ക് അതിഗംഭീരമായി മനു മാത്രമല്ല, പലരും ചെയ്യുന്നുണ്ട്. 10-12 കണ്ടെയ്നറാണ് ശ്രീനാഥ് അയക്കുന്നത്. അക്ഷയ് പലരും അയക്കുന്നുണ്ട്. വിഷ്ണു ഇപ്പോഴും വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഓരോ കഥ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. TRVയിൽ നിന്ന് പോകുന്ന കണ്ടെയ്നറും നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച് ജനങ്ങളോട് പറയാം എത്ര നേരത്തെ അവിടെ എത്തി എന്ന് നമുക്ക് പറയാം. എന്തായാലും 2ാമത്തെ കഥയും മനുവാണ് നൽകിയിരിക്കുന്നത്. ഒറ്റയടിക്ക് മനുവിന്റെ 3ാമത്തെ കണ്ടെയ്നർ പ്രസന്റേഷന് തൊട്ട് മുമ്പാണ് മനു അതിന്റെ ഫോട്ടോ അയച്ചു തന്നത്. പെട്ടെന്ന് ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ 198-ാമത്തെ കണ്ടെയ്നറാണ്. ട്രിവാൻഡ്രം ട്രാക്കത്തോണിന് ലഭിക്കുന്ന 198-ാമത്തെ കണ്ടെയ്നറാണ് മനുവിന്റെ ഈ ഫോട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോൾ ചൈനയിലെ ഷെക്കോ എന്ന പോർട്ടിൽ നിന്ന് നേരെ ചെന്നൈയിലോട്ട് വരുന്നതാണ് ആദ്യത്തെ ട്രാക്കിൽ നിന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് അതിശയമായി. അങ്ങനെ നമ്മൾ വളർന്നോ, ചെന്നൈ പോർട്ട് വളർന്നോ എന്നുള്ള അന്വേഷണം, ഡെവിൾ ഇൻ ദ ഡീറ്റെയിൽസ് എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന വാക്കാണ്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ക്ലോസ് ആയിട്ട് അന്വേഷിച്ച് പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ പുറത്തു വരുന്നത്. അപ്പോ ഷെക്കോയിൽ നിന്ന് തുടങ്ങി പിന്നെ പോകുന്നത് നാൻഷ, ചൈനയിലെ നാൻഷായിൽ നിന്ന് ഷെൻസൺ. ഇത് 3 ചൈനയിലെ പോർട്ടാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് പരിചയമുള്ള ലയം ചബാങ്. വിയറ്റ്നാമാണോ തായ്ലൻഡാണ്. തായ്ലൻഡിലെ ലയം ചബാങ്. അത് കഴിഞ്ഞിട്ട് പോർട്ട് ക്ലയൻ. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം നോക്കി എന്താണ്? ഷെക്കോയിൽ നിന്ന് നേരെ ചെന്നൈ എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അന്വേഷിച്ചു പോകുമ്പോഴാണ് നാൻഷൻ, ഷെൻസൺ, ലയം ചബാങ്, പോർട്ട് ക്ലയൻ. 4 പോർട്ടുകൾ കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തുന്നത്. ഒരു 1-ാം തരം ഫീഡർ വെസൽ 2782 TU. അപ്പൊ ഫീഡർ വെസലുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അതുങ്ങൾക്ക് ഓടി വരാൻ പറ്റത്തില്ല. അവരുടെ എഫിഷ്യൻസി കാണിക്കണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കൊടുത്തും ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്നതാണ് നിലവിലുള്ള ഇന്ത്യയിലെ പോർട്ടുകൾക്ക് ലഭിക്കുന്ന കപ്പലുകൾ എന്നുള്ള കാര്യം സെയിലിംഗ് കമന്ററി വളരെ നാളായി പറയുന്നതാണ്. ഇത്തരം വൈകലുകളാണ് നമ്മൾ നിരന്തരം എക്സിം കമ്മ്യൂണിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പണം ചോരുകയാണ്. നിങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ കൺസ്യൂമറിന്റെ പണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് 140 കോടി ജനങ്ങളും ഫൈറ്റ് ചെയ്യേണ്ട വിഷയമാണ് TRVയുടെ ഗേറ്റ് തുറക്കൽ എന്നുള്ള കാര്യം ശക്തമായി ഒരിക്കൽ കൂടി നമുക്ക് ആവശ്യപ്പെടാം.